ഞാൻ നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വീട്ടിലുണ്ടാക്കിയ കുറച്ച് പോട്ട്സിൻ്റെ മോഡൽസും ഞാൻ ഇതിനോടൊപ്പം തന്നെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് ഇടുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സിറ്റ് ഔട്ടിലായിട്ട് വെച്ചിട്ടുള്ള ചെടികൾ എന്താണെന്ന് നോക്കാം. ഇത് ശരിക്കും എൻ്റെ മൂത്തുമ്മാൻ്റെ വീടാണ് കേട്ടോ. മൂത്തുമ്മയൊക്കെ കുറേ നാളായിട്ട് ചെടികളൊക്കെ വളർത്തുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ വിൽക്കാനായിട്ട് കുറച്ച് പുറത്തുനിന്നും ചെടികളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ചെടിയോടൊപ്പം ഇതുപോലത്തെ പോട്ട്സൊക്കെ ഒപ്പം വിൽക്കുന്നുണ്ട് കേട്ടോ. മൂത്തുമ്മ താമസിക്കുന്നത് മൂവാറ്റുപുഴ പെരുമാറ്റമാണ്, എറണാകുളം ഡിസ്ട്രിക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ മൂത്തുമ്മ ഉണ്ടാക്കിയ പോട്ട്സാണ് കേട്ടോ. ഇതിൽ നല്ല പോട്ട്സ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ അടുത്തുള്ള ചെടികൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് വന്ന് നോക്കൂ കേട്ടോ. പിന്നെ ഞാൻ ഇവരുടെ മൂത്തുമ്മയുടെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം. പിന്നെ മുറ്റത്തിൽ ഇതുപോലെ 2 സൈഡിലായിട്ട് 3 തട്ടുള്ള സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ ചെടികൾ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ 3 തട്ടുള്ള സ്റ്റാൻഡൊക്കെ നമ്മുടെ വീട്ടിൽ കിടന്ന പഴയ ഇരുമ്പൊക്കെ കൊടുത്ത് ചെയ്യിപ്പിച്ചെടുത്തതാണ്. ശരിക്കും അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ലാഭമാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇരുമ്പ് കൊടുക്കുകയാണെങ്കിൽ നമ്മളതിൻ്റെ പണിക്കാശ് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. പിന്നെ കുറച്ച് ചെടികൾ താഴ്ഭാഗത്തായിട്ട് കൂട്ടി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കിയെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ചകത്തി കുറച്ച് കൂട്ടി വെച്ചിട്ടുണ്ട്. മൂത്തുമ്മയൊക്കെ ദൂരത്തുനിന്നൊക്കെ പോയി ചെടികളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് വെക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണാത്ത കുറച്ച് വെറൈറ്റീസ് ആയിട്ടുള്ള ചെടികളും ഇതിലുണ്ടായിരുന്നു. മാത്രമല്ല നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും റേറ്റ് കുറവിലാണ് ഇവിടെ ചെടികളൊക്കെ മൂത്തുമ്മ കൊടുക്കുന്നത്. പിന്നെ നേരത്തെ ഞാൻ കാണിച്ച പോലത്തെ ഒരു സ്റ്റാൻഡാണ് കേട്ടോ ഇത്. ഇതിൽ 2 തട്ടിൻ്റെ സ്റ്റാൻഡാണ്. പിന്നെ അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് കുറച്ച് ചെടികളും കൂട്ടി വെച്ചിട്ടുണ്ട്. ഇത് മിക്ക സ്ഥലങ്ങളിലും ഇതുപോലെ സ്റ്റാൻഡുകൾ വെച്ചിട്ട് ചെടികളൊക്കെ വെക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ പുറത്തേക്ക് ചെടികൾ വിൽക്കുന്നില്ലാത്തവരാണെങ്കിൽ പോലും ഇതുപോലെ സ്റ്റാൻഡാക്കിയിട്ട് ചെടികൾ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. എന്നുവെച്ചാൽ ഒരുപാട് ചെടികൾ ഒതുങ്ങും എങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് എല്ലാ ചെടികളും കാണാനായിട്ടും പറ്റും. പിന്നെ ഇവിടെ 2 കമ്പി വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു കോലും വെച്ചിട്ട് അതിൻ്റെ താഴെ ചിരട്ടയിൽ കുറച്ച് ചെടികൾ ഹാങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ മൂത്തുമ്മ തന്നെ വീട്ടിലുണ്ടാക്കിയ ചെടിച്ചട്ടികളാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. പിന്നെ ഇതും മൂത്തുമ്മ തന്നെ ചെയ്തെടുത്ത ഒരു ഐറ്റമാണ് കേട്ടോ. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കാറിൻ്റെയൊക്കെ സ്റ്റിയറിങ്ങിലിടുന്ന കവറില്ലേ, ആ കവറിലേക്ക് ഒരു കയറ് വെച്ച് കെട്ടിയിട്ട് ഈ ഒരു രീതിയിൽ തൂക്കിയിട്ടിട്ട് താഴത്തേക്ക് ചെറിയൊരു ടിന്നിൽ ചെടി വെച്ച് തൂക്കിയിട്ടേക്കാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ മൂത്തുമ്മ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ചെടിച്ചട്ടികളാണ് കേട്ടോ. കൂടുതലും പ്ലാസ്റ്റിക്കിൻ്റെയാണ്. മറ്റേ മൺചട്ടികളുണ്ട്, പക്ഷെ മൺചട്ടിയുടെ ഏരിയ എടുക്കാൻ ഞാൻ വിട്ടുപോയി. അപ്പോൾ ഇപ്പോൾ ഈ കാണിക്കുന്നതെല്ലാം പ്ലാസ്റ്റിക്കിൻ്റെ തന്നെയാണ്. സ്റ്റാർട്ടിങ് 15 രൂപ തൊട്ടുള്ള ചെടിച്ചട്ടികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ മതിലിൻ്റെ മുകളിലായിട്ടും കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ ചെടികളുടെ പേരൊന്നും എനിക്കറിയില്ല, ജസ്റ്റ് ഞാൻ ഇതുപോലെ കാണിച്ച് പോവാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ പുറത്തേക്ക് കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ പഴയ ചട്ടികളൊന്നും കളയാതെ കൂടുതൽ തിങ്ങി നിൽക്കുന്ന തൈകളുള്ള ചട്ടിയിൽ നിന്ന് ഇതുപോലത്തെ പഴയ ചട്ടികളിലേക്ക് ചെടികളൊക്കെ നട്ട് നിർത്തിയിട്ടുണ്ട്.
പിന്നെ ഈ കാർപോർജിൻ്റെ സൈഡിലായിട്ട് ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. ഈ തൂക്കിയിട്ടയിലൊക്കെ ഏറ്റവും തിക്കായിട്ട് വളർന്നതൊക്കെ ആയിരിക്കും ഓരോരുത്തർ വരുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് പോവാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലതൊക്കെ വളർന്നു വരുന്നതേ ഉള്ളൂ. പിന്നെ ഈ ലാസ്റ്റ് കാണുന്ന പോട്ട് മൂത്തുമ്മ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ പെയിൻറ് ചെയ്തേക്കുന്ന രീതിയൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഈ ചട്ടിയും മൂത്തുമ്മ ഉണ്ടാക്കിയതാണ്. മൂത്തുമ്മ ഉണ്ടാക്കിയിട്ട് പെയിൻറ് ചെയ്തിട്ടുള്ള ചട്ടി തന്നെയാണ്. ഇത് കാണാനും നല്ല ഭംഗിയുണ്ട്. അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെയാണ് ഈ ഒരു ചട്ടി ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ചെടി കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാനങ്ങനെ കാണാത്ത മോഡൽ ചെടിയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ ഗാർഡനൊക്കെ ഒരുക്കുമ്പോൾ ഇതുപോലത്തെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ചെടികളും ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഗാർഡൻ ഭംഗിയാക്കാൻ പറ്റും. പിന്നെ വീടിൻ്റെ ഒരു സൈഡിലായിട്ടും താഴ്ഭാഗത്തായിട്ട് കുറച്ച് ചെടികൾ ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് വിൽക്കാൻ പാകത്തിനുള്ള രീതിയിൽ പാക്ക് ചെയ്തിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പിന്നെ ഇതുപോലെ എനിക്കൊരു ചെടിയുടെ താഴെ ഹാങ്ങിങ് പ്ലാന്റ്സ് വെക്കുന്നത് നല്ല ഇഷ്ടമാണ്. ഇപ്പോൾ ചട്ടിയിലൊക്കെ ആണെങ്കിലും ഇതുപോലെ താഴത്തേക്ക് വരുന്നത് എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. ഞാൻ അതുപോലെ എൻ്റെ വീട്ടിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ മുത്തുമ്മയുടെ വീട്ടിൽ പണ്ട് മുതലേ എപ്പോഴും ചെടികളൊക്കെ ഉണ്ടാവാറുള്ളതാണ്. ഇപ്പോൾ വിൽക്കാൻ തുടങ്ങിയപ്പോൾ കുറച്ചും കൂടി ചെടികൾ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.